ഞാൻ ആർക്കൊക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ പിൻവലിക്കുകയാണ്. ഞാൻ ഇനി ഒന്നിനുമില്ല. ഞാൻ ഇനി ഗവൺമെന്റിന്റെ കൂടെയില്ല, കേരളത്തിന്റെ കൂടെയില്ല. ഈ ഒഴുകുന്ന ഈ കണ്ണുനീരില്ലേ, ഈ കണ്ണുനീര് കേരളത്തിന് ശാപമാണ്. പലരും എനിക്ക് ഫേക്ക് ഐ ഡിയിൽ ഈ പറഞ്ഞ മുകേഷിനെ കുറിച്ചും ജയസൂര്യനെ കുറിച്ചും ബാലേന്ദ്രനെ കുറിച്ചും ഇടവേള ബാബുവിനെ കുറിച്ചുള്ള വീഡിയോകളും ഓഡിയോകളും എനിക്ക് അയച്ച് തന്നിട്ടുണ്ട്. ഇത് ആത്മഹത്യയുടെ വരെ മക്കത്തെത്തിച്ചിരിക്കുകയാണ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ജീവിതത്തിൽ 15 വർഷം മുമ്പ് നടന്ന ദുരന്താനുഭവങ്ങൾ ഞാനത് മനസ്സിൽ വെച്ച് ആരോടും പ്രതികരിക്കാതെ ഇവിടെ നിന്ന് ഈ നാട് തന്നെ വിട്ടുപോയ ഒരാളാണ്. കാരണം എൻ്റെ 2 കുഞ്ഞുങ്ങളുടെ പഠിത്തമായിരുന്നു എനിക്ക് വലുത്. പക്ഷെ അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് സെറ്റിലായതിനു ശേഷമാണ് ഞാൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ കേൾക്കുന്നതും. അപ്പോൾ സത്യങ്ങൾ ഞാൻ തുറന്ന് പറയാമെന്ന് വിചാരിച്ചു. കാരണം ഇതുവരെയും ഇതൊന്നും നിൽക്കാറായില്ലേ. കാരണം പെൺകുട്ടികൾക്ക് ഇനിയും ഇവിടെ സ്വാതന്ത്ര്യമില്ലേ. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട്, കാരണം ഇതിൻ്റെ കോൺസിക്വൻസസിന് എനിക്കറിയായിരുന്നു. ഒരുപാട് നമ്മളെക്കുറിച്ച് ഒത്തിരി വൃത്തികേടുകളൊക്കെ പറയായിരിക്കും. ആയിക്കോട്ടെ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. കാരണം ഞാനൊരു ചെറിയ പെൺകുട്ടിയല്ലല്ലോ. അപ്പോൾ ഞാൻ ഈ സത്യങ്ങളൊക്കെ ഞാൻ എല്ലാ എനിക്ക് നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറഞ്ഞു. ഇത് കേസിനോടൊപ്പം SIT-കാർ വന്നു. അവരൊക്കെ എന്നെ വളരെ കാര്യമായിട്ടാണ് ഈ സഹകരിക്കുകയും ഞാനും അവരോടൊപ്പം ഉണ്ടായിരുന്നത്. എന്നെ ഇതുവരെ ഒരു പോലീസ് പോലും എന്നെ വിളിച്ചിട്ടില്ല കേസിൻ്റെ കാര്യം എന്താണെന്ന്. അപ്പം ശരി, പോലീസ് എന്നെ വിളിക്കട്ടെ, അപ്പം നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം, അല്ലെങ്കിൽ പോലീസ് തെളിയിക്കട്ടെ. ഇത്ര എന്നിപ്പോൾ 2 മാസമായി. ഇതുവരെയായിട്ടും ഈ കേസിനെ കുറിച്ചൊന്നും ഒരു അന്വേഷണം ഒന്നും നടന്നിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് തെളിവെടുക്കാനൊക്കെ കൊണ്ടുപോയെന്ന് അറിഞ്ഞു. പക്ഷെ തെളിവൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്നുവരെയും കേസ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലാണ് കേസ് എടുത്തിരിക്കുന്നത്. അക്വറൻസ് നടന്നത് ചെന്നൈയിലാണ്. ഇന്നുവരെയും ഈ കേസ് ചെന്നൈയിലോട്ട് ട്രാൻസ്ഫറും ചെയ്തിട്ടില്ല. പിന്നെ എന്താണ്? അപ്പോൾ ഈ കേസിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി ഞാൻ ആദ്യം ഞാൻ ഈ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ SI ജെയ്സൽ എന്നോ പേരുള്ള അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം എൻ്റെ ഫോൺ റെസ്പോണ്ട് പോലും ചെയ്തിട്ടില്ല. പ്രതി എന്ന നിലയ്ക്ക് എനിക്കത് അറിയണ്ടേ, എന്താണ് എൻ്റെ കേസിൻ്റെ സ്റ്റാറ്റസ് എന്നൊക്കെ. അപ്പം ഞാൻ ഈ കേസിന് വേണ്ടി ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ജൂറിസ്ഡിക്ഷനിലുള്ള സ്റ്റേഷനിലും DGP-ക്കും SP-ക്കും പിന്നെ ചീഫ് മിനിസ്റ്റർക്കും പിന്നെ പ്രൈം മിനിസ്റ്റർക്കും ഞാൻ ലെറ്റർ അയച്ചു. ദിസ് ഈസ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി, ദിസ് ഈസ് എ ഫാബ്രിക്കേറ്റഡ് കേസ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു പ്രോപ്പർ തറവ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നും പറഞ്ഞ് ഞാൻ ലെറ്റർ അയച്ചു. അതിനെപ്പറ്റി ഒന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഞാനും ഒരു സ്ത്രീയാണ്. എനിക്കും ഉണ്ട് 2 പെൺകുട്ടികൾ. എനിക്കും പച്ച ഹൃദയമാണ്. എൻ്റെ ഹൃദയത്തിൽ കുത്തിയാലും ചുമന്ന രക്തമാണ് വരുന്നത്. മനസ്സിലായോ? ഒരു സത്യം തുറന്നു പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഇതുപോലെ കള്ളക്കേസ് ആരാണ് ആ കുട്ടിയെ കൊണ്ട് കാശ് കൊടുത്ത് പറയിപ്പിച്ചത്? അതെന്താണ് ഗവൺമെൻറ് കണ്ടുപിടിക്കാത്തത്? ഞാൻ ഗവൺമെൻറ്റിന് വേണ്ടി സത്യസന്ധമായിട്ട് ധൈര്യത്തോടെ മുന്നോട്ട് വന്ന ആളാണ്. എന്നിട്ട് എനിക്കെതിരെ ഒരു കള്ളക്കേസ് ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് ഈ ഗവൺമെൻറ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല ഈ നിമിഷം വരെ? എന്തൊക്കെയാണ്? അപ്പം ഇതിനെക്കുറിച്ചൊന്നും ആരും ബോധവാനല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കേസുമായിട്ട് ഞാൻ ആർക്കൊക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ പിൻവലിക്കുകയാണ്. ഞാൻ ഇനി ഒന്നിനുമില്ല. ഞാൻ ഇനി ഗവൺമെന്റിന്റെ കൂടെയില്ല, കേരളത്തിന്റെ കൂടെയില്ല. ഈ ഒഴുകുന്ന ഈ കണ്ണുനീരില്ലേ, ഈ കണ്ണുനീര് കേരളത്തിന് ശാപമാണ്. സത്യമായിട്ടും അത്. കാരണം നിങ്ങൾ നിഷ്പക്ഷമായിട്ടല്ല നിങ്ങൾ കേസ് നോക്കുന്നത്. ഇങ്ങനെ ഒരു കേസ്, ഒരു കള്ള പോക്സോ കേസ്, ഒരു സ്ത്രീ ക്യാമറയുടെ മുമ്പിലും അധികാരികളുടെ മുമ്പിലെല്ലാം കള്ളം പറഞ്ഞിട്ട് അതിനെക്കുറിച്ചൊരു തറവ് ഇൻവെസ്റ്റിഗേഷൻ നടത്താത്തത് കൊണ്ട് എനിക്ക് നിങ്ങളെ മേലെ ഒരു വിശ്വാസമില്ല. ഗവൺമെന്റ് എനിക്കൊരു സഹായമാകുമെന്നോ എനിക്കൊരു പിന്തുണയാകുമെന്നോ എനിക്കൊരു പ്രൊട്ടക്ഷൻ ആകുമെന്നും തോന്നുന്നില്ല. കാരണം ഇങ്ങനെ പോയാൽ ഈ സോഷ്യൽ മീഡിയയിൽ പറയട്ടെ, സത്യമുള്ളത് സോഷ്യൽ മീഡിയക്കാർ പറയട്ടെ, യൂട്യൂബേഴ്സും ഒക്കെ എല്ലാം സത്യം നിങ്ങൾ അറിയിച്ചോ. പക്ഷെ കള്ളം, സത്യമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ പ്രചരിപ്പിച്ചാലുണ്ടല്ലോ, നിങ്ങളുടെ കുടുംബം പോലും നന്നാവത്തില്ല. ഞാൻ പറയുന്നത് ആരെ കരയിപ്പിക്കരുത്. ഒരു സ്ത്രീയുടെ കണ്ണുനീരിന് വിലയുണ്ട് എന്ന് വെച്ചു. അതുകൊണ്ട് ഞാൻ പറയാണ്, എനിക്ക് ഈ പോക്സോ കേസ് സത്യം അറിയാതെ ഇനി ഒരു സ്റ്റെപ്പ് ഞാൻ മുൻപോട്ടില്ല ഗവൺമെന്റിന്റെ കൂടെ. എല്ലാ കേസും 3 ദിവസം ഞാൻ നിങ്ങൾക്ക് തരുന്നു. 3 ദിവസം. ഇതിന് എനിക്ക് എന്തെങ്കിലും ഒരു റിപ്ലൈ കിട്ടിയാൽ ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് തന്നെ പോകും. എനിക്ക് ഈ കേസിനെ കുറിച്ചിട്ടുള്ള എല്ലാ തെളിവുകളും എനിക്ക് ഫസ്റ്റ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. പക്ഷെ അതിനുശേഷം മെസ്സഞ്ചറിൽ കൂടിയും വാട്സപ്പ് പലരും എനിക്ക് ഫേക്ക് ഐ ഡിയിൽ ഈ പറഞ്ഞ മുകേഷിനെ കുറിച്ചും ജയസൂര്യനെ കുറിച്ചും ബാലേന്ദ്രനെ കുറിച്ചും ഇടവേള ബാബുവിനെ കുറിച്ചുള്ള വീഡിയോകളും ഓഡിയോകളും എനിക്ക് അയച്ച് തന്നിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ SIT കൊടുത്തിട്ടില്ല. അതെന്താണെന്നറിയാം, അത് പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ട്രയലിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. എനിക്ക് അത്രത്തോളം എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഈ കള്ള പോക്സോ കേസ് ഉടനെ തന്നെ ഇത് തറവ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഇത് ആത്മഹത്യയുടെ വരെ മക്കത്തെത്തിച്ചിരിക്കുകയാണ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഞാൻ ചെയ്യാത്ത കുറ്റം, മനസ്സാവാചാര്യത്തില്ലാത്തൊരു കാര്യം ഈ പെൺകുട്ടി, അതും എൻ്റെ അമ്മയുടെ അനുജത്തിയുടെ സ്വന്തം മകള് പറഞ്ഞേക്കുന്നത്. ഈ കേസ് തെളിയിക്കണം.
നിങ്ങൾ ഗവൺമെൻറ് എനിക്ക് പ്രൊട്ടക്ഷൻ തരണം, എന്നെ ഈ കേസിൽ നിന്ന് എനിക്ക് നീതി വാങ്ങിച്ച് തരണം, ഇല്ലാതെ എനിക്കിനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഇനി അതല്ല, നിങ്ങൾ ഈ കേസ് ഇങ്ങനെ കേസ് പോയിക്കോട്ടെ, കേസിൻ്റെ രീതിയിൽ പോയിക്കോട്ടെ, പക്ഷേ ഞാൻ ഈ പോക്സോ കേസ് മാത്രം ഞാൻ വിടില്ല, ബാക്കി എല്ലാ കേസും ഞാൻ ക്യാൻസൽ ചെയ്യും. പോക്സോ കേസിന് വേണ്ടി ഐ വിൽ ഗോ ടു എനി എക്സ്റ്റെൻറ്റ് ഫോർ മൈ ജസ്റ്റിസ്. ഐ വിൽ നോട്ട് ലീവ് യു. ഇത് ഞാൻ ചെയ്യാത്ത കുറ്റമാണ്, എനിക്ക് ABCD അറിയത്തില്ലാത്തതാണ്. ഗവൺമെൻറ്റിന് എന്നെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് അതിൽ അതിയായ സന്തോഷമുണ്ട്. ഇനി അതല്ല, നിങ്ങളിത് ഇനിയും ഇത് നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ഈ കേസിൽ നിയമ നടപടി എടുക്കണം. ഈ കള്ളക്കേസിനെതിരെ തീർച്ചയായിട്ടും ഇത് നടപടി എടുക്കണം, അന്വേഷണം വളരെ തറവായിട്ട് നടത്തണം.